ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു സൺഡേ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞായറാഴ്ചകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിവസമാണ് കേട്ടോ. എല്ലാവരും വീട്ടിലുള്ള ദിവസമാണല്ലോ അന്ന്. ഇക്കാക്ക് കടയിൽ പോകണ്ട, പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട, രാവിലെ ധൃതി വെച്ച് ജോലികളൊന്നും ഒതുക്കണ്ട. ഞായറാഴ്ച ഒരു ബഹളം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒന്ന് പുറത്തൊക്കെ പോയി വരാനൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തലേദിവസം ചെറിയ മഴ പെയ്തുകൊണ്ട് പൊടിയൊന്നും അടിക്കാത്തതുകൊണ്ട് മുറ്റം തൂക്കാൻ എളുപ്പമായിരുന്നു. അതിനിടയിൽ ചായയൊക്കെ ആയിട്ട് ഇക്ക തിണയിൽ വന്നിരിപ്പുണ്ട്. എന്നോട് ഇങ്ങനെ വർത്താനമൊക്കെ പറയുകയാണ് കേട്ടോ. അതൊരു സന്തോഷമാണ്. അവധി ദിവസങ്ങളിൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രാവിലെ കടയിൽ പോകാനുള്ള തിരക്കിലൊക്കെ ആയിരിക്കും. ചായയൊക്കെ കുടിച്ചിട്ട് ഇക്ക മക്കളുമായിട്ട് ഉമ്മയെ കാണാനായിട്ട് പോയി കുടുംബത്തോട്ട്. എല്ലാ ഞായറാഴ്ചയും അതൊക്കെ ഒരു പതിവാണ് കേട്ടോ. രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് പോകും. വൈകിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ പോകും കേട്ടോ. തൂത്തുവാരൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിനൊക്കെ വെച്ചിട്ട് പാത്രങ്ങൾ കഴുകുകയാണ് കേട്ടോ. കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴുകി അടുക്കിയൊക്കെ വെച്ചപ്പോഴത്തേക്കിന് ഇക്കായും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് വരുന്ന വഴി കടയിലൊക്കെ കയറിയിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അവിടെ നിന്ന് ഉമ്മ പഴമൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പഴുപ്പിച്ച പഴമൊക്കെയാണ് കേട്ടോ. നല്ല മധുരമുള്ള പാളയംകോടൻ പഴമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പഴമൊക്കെ കവറിൽ നിന്നൊക്കെ മാറ്റി ഒരു കൂടയ്ക്കകത്തോട്ടൊക്കെ മാറ്റുവാണ്. എന്നിട്ട് അത് അടച്ച് വെച്ചു. ഇതാണ് പഴം കേട്ടോ, പാളയംകോടൻ പഴമാണ്. പിന്നെ ഇക്ക ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് പുഴുങ്ങാൻ വേണ്ടി എടുക്കുവാണ് ഞാൻ കേട്ടോ. ചീനി പുഴുങ്ങിയത് ചമ്മന്തി ഉണ്ടാക്കാനാണ്. ചീനി പുഴുങ്ങിയത് ചമ്മന്തി എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അങ്ങനെ ചീനിയൊക്കെ പൊളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ചെറിയ മോൻ വന്നത്. അവർ കടയിൽ പോയിട്ട് വന്നപ്പോൾ കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ ചെറിയൊരു ടോയ് കിട്ടുമല്ലോ, അതൊന്ന് ശരിയാക്കി തരുമോ ഉമ്മി, ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്നും പറഞ്ഞ് എൻ്റെ കൈ കൊണ്ടു തന്നതാണ് അവന്. ഞാനത് റെഡിയാക്കി അവന് കൊടുത്തു. ഒരു ചെറിയൊരു ഡൈനോസറിൻ്റെ ടോയ് ആയിരുന്നു അത് കേട്ടോ. അങ്ങനെ ചീനിയൊക്കെ കഴുകി കുക്കറിലാക്കി അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഞാൻ ഉള്ളി എടുക്കുകയാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളിയാണ് നല്ലത്. ചിലർ സവാള ഒക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കും, പക്ഷേ ചെറിയ ഉള്ളി ഇട്ട് ചമ്മന്തി ഉണ്ടാക്കുന്നതാണ് നല്ലത് ചീനിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുമായിരുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ചീനി പുഴുങ്ങിയതും ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതും കട്ടൻ ചായയൊക്കെ ആയിട്ട് അതൊരു രസമാണ്. അന്നൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ചീനി ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചീനിയുണ്ട്, പക്ഷേ അത് പാകമായിട്ടില്ല കേട്ടോ. അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ട് ചമ്മന്തിക്ക് വേണ്ടി കാന്താരി മുളക് പിച്ചുവാണ് കേട്ടോ. ചമ്മന്തിക്ക് കാന്താരി മുളക് സൂപ്പറാണ് കേട്ടോ. കാന്താരി മുളകാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുണ്ട്. മുളക് ഞാനങ്ങനെ പിച്ച് സ്റ്റോർ ചെയ്ത് വെക്കത്തൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്നേരം പോയി പിച്ചും. പിന്നെ പഴുത്ത മുളകൊക്കെ ആണെങ്കിൽ കിളികളൊക്കെ വന്ന് കൊത്തിക്ക് തിന്നും കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള മുളകൊക്കെ പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് എനിക്ക് പനി ആയതുകൊണ്ടാട്ടോ. ഒച്ച അടച്ചു പോയി. എൻ്റെ ഒറിജിനൽ സൗണ്ട് ഇങ്ങനെയല്ല. അത് നേരത്തുള്ള വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് ചമ്മന്തി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അങ്ങനെ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ കഴുകി നമ്മളൊരു ജാറിനകത്തോട്ട് മാറ്റുവാണ്. അതിലൊക്കെ കുറച്ച് പുളിയും ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. അടിപൊളി ചമ്മന്തി റെഡിയാവും കേട്ടോ. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചമ്മന്തി. നല്ലപോലെ അരച്ചെടുത്താൽ അത്രയും ടേസ്റ്റാട്ടോ. ഇങ്ങനെ മുക്കി മുക്കി കഴിക്കാം. അപ്പോഴത്തേക്ക് ചീനിയും റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ചീനിയും പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാഴയിലയൊക്കെ വെച്ച് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇക്ക ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കനൊക്കെ കറി വെച്ച് പിന്നെ അതിൻ്റെ കൂടെ പരിപ്പ് കറി ഉണ്ടാക്കി, പിന്നെ സലാഡ് ഉണ്ടാക്കി. അങ്ങനെ അതൊക്കെയാണ് അന്നത്തെ ദിവസത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകുകയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കി വെച്ചിട്ട് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യണം. പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ഒരു ബേസിനകത്താണ് കമഴ്ത്തി വെക്കുന്നത്. വെള്ളമൊക്കെ തോർന്നിരിക്കുമല്ലോ. എന്നിട്ട് ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പം അത് കൊണ്ടുവന്ന് റാക്കിനകത്തോട്ട് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി അതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ പുറവും പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ സിങ്കെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കും. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള ജോലികളൊക്കെ തീരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.